താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അത് അവരുടെ ജീവിത കർത്താവ് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി കർത്താവേ, കർത്താവിന്റെ രാജ്യത്തിന് അവകാശിയായിട്ട് കർത്താവേ, അവരെയും കൂടെ കർത്താവ് ഹാലിൽ തെരഞ്ഞെടുത്തതിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹാലിൽ കടന്നു ദൈവജനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കുമ്പോൾ കർത്താവേ, സ്ഥലപ്പെടാത്ത ആരെങ്കിലും കർത്താവെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ ഉള്ളത്തോട് ഹൃദയത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുവനകളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിൽ കൂടെ താഴ്ന്നു കർത്താവ് അനുഗ്രഹിച്ചാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മന്ദാസിനെ കർത്താവ് ബലപ്പെടുത്തണം ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുറയും കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങും. അതിനുശേഷം സ്നാനപ്പെടാൻ ജോഷു ആദ്യം സാധാരണ നമ്മുടെ സഹോദരന്മാരെയാണ് ആദ്യം സ്നാനപ്പെടുന്നത്. സ്നാനം കാണിച്ചില്ല, നമ്മൾ ആരും കാഴ്ചക്കാരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്തോത്രത്തോടെ വിചാരിക്കണം. മാത്രമല്ല പ്രാർത്ഥിക്കണം. ഇനിയും അനേക സ്നാനത്തിന് വേണ്ടി തയ്യാറാകാൻ സംസാരിക്കേണ്ടതിനായിട്ടൊക്കെ സഹായിക്കട്ടെ. നമ്മൾക്ക് ചേർന്ന് ഒരു പാട്ട് പാടി പെട്ടെന്ന് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് സഹായിക്കട്ടെ. ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയമെപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയമെപ്പോഴും. പാപത്തെ യോഗത്തെ ക്രൂശിന്മേൽ വഹിച്ചു, പാപത്തെ മുഖത്തെ ക്രൂശിന്മേൽ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും സാത്താനെയും സൈന്യത്തെയും ജയം ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, യേശുനാഥൻ നാമത്തിലും ജയം ജയമെപ്പോഴും, ഓ യേശുനാഥൻ നാമത്തിലും ജയം ജയമെപ്പോഴും. ശത്രുഗണം ഒന്നാകാതെ ചെങ്കാരയിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകാതെ ചെങ്കാരയിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ല, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ല. ജയം ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയമെപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയമെപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയമെപ്പോഴും. വായിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 28 verse 19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. നമ്മുടെ കർത്താവിന്റെ ലാസ്റ്റ് കമ്മീഷൻ, അവസാനത്തെ കൽപ്പനയാണ്. കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാരോട് അതേ ഒലിവുമലയിൽ വെച്ച് നൽകിയ ആ ലാസ്റ്റ് കമ്മീഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അന്ത്യ കൽപ്പനയാണ്. നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സുവിശേഷം അതെ പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ആ കൽപ്പന അനുസരിപ്പാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ, അതേ ആ കൽപ്പന അതേ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്നാനപ്പെടുന്ന പ്രിയ യൂനിസിസ്റ്റയും പ്രിയ ജോഷിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് ഒരു പുതിയ സൃഷ്ടിയായി ഇനിയുള്ള അവരുടെ ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ.
Praise the Lord. Hallelujah. യേശുവിന്റെ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. ശത്രുഗണ മുന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോ ശത്രുഗണ മുന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോ വൈരിയുടെ എതിർപ്പു പാലിക്കയില്ലേ വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സദൃശ്യം മുറുകെ പിടിക്കാതെ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് കന്യകാമറിയമിൽ ജഡമെടുത്ത് കാലിക്കൂട്ടിൽ പിറന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി 33 തിരുവയസ്സിൽ പീലാത്തോസിൻ്റെ കൽത്തടത്തിൽ വെച്ച് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കാൽവരിയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ വിശുദ്ധർക്കായി മധ്യസ്ഥ അണയ്ക്കുകയും ഇനിയും അധികം താമസമന്യേ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഖലയിൽ വെളിപ്പെടുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ ജോഷുവ വിശ്വസിക്കുന്നുവോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായി യേശു ക്രിസ്തുവിനും അവിടുത്തെ അതിപരിശുദ്ധ നാമത്തിനും അപമാനവും വരുത്താത്ത ഒരു പുതിയ ജീവിതം നയിച്ചു കൊള്ളാമെന്നുള്ള തീരുമാനവും പ്രതിഷ്ഠയും നീ എടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ കൽപ്പനയാകിയാൽ ഈ പ്രിയ മകൻ്റെ സാക്ഷിവാചങ്ങളുടെ മുദ്രയിന്മേലും വിശുദ്ധ ദൈവസഭയെയും ശ്രേഷ്ഠ ദൈവദൂതന്മാരെയും സാക്ഷി നിർത്തി ദൈവം എന്നെ പരമേൽപ്പിച്ച ഇടയ ശുശ്രൂഷയുടെ അധികാരത്തിൽ പ്രിയ മകനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മാമോദിസ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവന്റെ വാടാത്ത കിരീടം സ്ഥാപിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിൽ ഒരു ചെറുപ്രായത്തിൽ കർത്താവിന്റെ കൽപ്പനയനുസരിപ്പാൻ കർത്താവിനെ സഹായിച്ചതിനാൽ സ്തോത്രം. പിന്നെയും കർത്താവിനെ ബലപ്പെടുത്തുമാറാകണമേ. ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ആവശ്യമായ കൃപയവന് നൽകണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണം പിതാവേ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, ഉള്ളാദീന ജയം ജയം നിശ്ചയം, നായകൻ ഉള്ളാദീന ജയം ജയം നിശ്ചയം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. നമ്മൾ ഈ സ്നാനപ്പെടുമ്പോൾ കവർ ചെയ്യുന്നത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ പ്രാർത്ഥനയിലും എല്ലാ രീതിയിലും നിങ്ങൾ കവർ ചെയ്യുന്ന ഒരു സിംബൽ കൂടിയാണ്. അതുകൊണ്ട് അവരോട് ഇത്
യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ പിന്മാറാതെ follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Praise the Lord. പ്രിയമുള്ളവരെ, ഞാൻ ഈ സഹോദരിയെ സ്നാനപ്പെടുത്താൻ പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഈ സഹോദരി നമ്മുടെ ക്ലാസ്സിന് ശേഷമായിട്ട് എഴുന്നേറ്റ് സാക്ഷ്യമൊക്കെ പറഞ്ഞു. താനൊരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ പലരുടെയും ഹൃദയത്തിലുള്ള ഒരു ചോദ്യമായിരിക്കും, ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരാളെ നമ്മൾ പിന്നെയും സ്നാനപ്പെടുത്തണോ എന്നൊക്കെ. ഈ സ്നാനം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതാണ് ചോദ്യം. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലാണ് വിശ്വസിക്കേണ്ടത്. സ്നാനം യേശുവിന്റെ മരണത്തോട് പങ്കാളിയാകുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ക്രിസ്തീയ പശ്ചാത്തലമോ മറ്റേത് പശ്ചാത്തലമാണെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് സ്നാനപ്പെടുത്തുവാൻ വിശുദ്ധ വേദപുസ്തകം അത് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് കുടുംബത്തിൽ ജനിച്ചാലും ജലസ്നാനം എന്നുള്ളത് എല്ലാവർക്കും ദൈവം അത് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കണം, അത് സ്നാനപ്പെടുത്തി നിങ്ങളവരെ എന്നെ ശിഷ്യരാക്കിക്കൊള്ളണം. അത് കൽപ്പനയാണ്, അതൊരു അപേക്ഷയല്ല. അതുകൊണ്ട് ഈ കൽപ്പനയിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ സ്വയം പ്രവർത്തികൾ കൊണ്ട് നമ്മൾ എത്ര നല്ല മനുഷ്യരായി ജീവിച്ചാലും, എത്ര നീതിമാന്മാരായി ജീവിച്ചാലും, എത്ര നീതി പ്രവൃത്തി ചെയ്താലും ദൈവത്തിന്റെ നീതിയോട് നമ്മുടെ നീതി ഒത്തുവരികയില്ല. ന്യായപ്രമാണം നമുക്കറിയാം. പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഒക്കെ പഠിപ്പിക്കുന്നത് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് സൽഗുണപൂർണനാകിയാൽ നിങ്ങൾ സൽഗുണപൂർണരാകണം. നമുക്കറിയാം, നമ്മുടെ പ്രവൃത്തി എത്ര പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധിയോളം നമുക്ക് എത്താൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ആ സൽഗുണത്തോളം പൂർത്തിയോളം നമുക്ക് വളരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ പാപികളാണ്. അങ്ങനെയുള്ള പാപികളായ മനുഷ്യർക്ക് ഒരിക്കലും നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ ചേരാൻ പറ്റുകയില്ല. പക്ഷെ സ്വർഗത്തിൽ പോകാൻ മനുഷ്യൻ അത് പ്രാപ്തനാകാതിരുന്നപ്പോൾ, മനുഷ്യനതിന് കഴിയാതിരുന്നപ്പോൾ ദൈവം തന്നെ അതിനൊരു പരിഹാരം ഒരുക്കി. യേശുവിനെ മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപവും യേശു തന്റെ 33-ാമത്തെ തിരുവയസ്സിൽ കാൽവരി ക്രൂശിൽ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യർക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, എന്റെ പാപം യേശുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുകയും യേശുവിന്റെ നീതി എന്റെ നീതിയായി മാറുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അപ്പോൾ സ്നാനത്തിൽ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിന്റെ മരണത്തോട് ഞാൻ അത് അനുരൂപനാകുന്നു. അതാണ് സ്നാനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നാന ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു സുവിശേഷ പ്രസംഗം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകുന്ന പ്രേരണയനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയാം, അതേ സ്നാനത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. ഞാൻ സ്നാനപ്പെടുമ്പോൾ യേശുവിന്റെ മരണത്തോട് ഏകീഭവിച്ചിട്ട് യേശു എന്റെ പാപം ഏറ്റെടുക്കുകയും യേശുവിന്റെ നീതി എന്റെ നീതിയായി മാറുകയും ചെയ്യുന്നു. ഇനി മുതൽ അതേ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനാണ്. കാരണം എന്റെ പാപം യേശുവിന്റെ അക്കൗണ്ടിലേക്ക് പോയി, യേശുവിന്റെ നീതി എന്റെ നീതിയായി ദൈവസന്നിധിയിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ നീതിമാൻ എന്ന് പറഞ്ഞ് നിൽക്കാൻ അവകാശമുണ്ട്. ആ അവസരമാണ് സ്നാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആരും ഇത് നിരാകരിക്കരുത്. അങ്ങനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകുന്നുവെങ്കിൽ ഇടം വലം നോക്കരുത്. മറ്റാരുടെയും ജഡരക്തങ്ങളുടെ ആലോചനയ്ക്ക് കാത്തു നിൽക്കരുത്. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
അതെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വരികയും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ തന്റെ 33-ാമത്തെ തിരുവയസ്സിൽ മരണം വരികയും 3-ാം നാൾ കല്ലറയെ വേദിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും അത് സ്വർഗാരോഹണം ചെയ്യുകയും ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് തനിക്ക് വേണ്ടി അതേ കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്കായി മധ്യസ്ഥ അണയ്ക്കുകയും ഇനി അതേ ആസന്ന ഭാവിയിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തേജസ്സിൽ ദൂതന്മാരുമായി ആകാശവിധാനങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്നും പഴയത് കഴിഞ്ഞുപോയി എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി യേശു ക്രിസ്തുവിനും അവിടുത്തെ വിശുദ്ധ നാമത്തിനും അപമാനമേൽക്കാത്ത ഒരു വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്ന തീരുമാനവും പ്രതിഷ്ഠയും സഹോദരി എടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കണമെന്നുള്ളത് കർത്താവിന്റെ ദിവ്യ കൽപ്പനയാകിയാലും അത് പ്രിയ സഹോദരിയുടെ സാക്ഷിവാദ്യങ്ങളുടെ അടിസ്ഥാനത്തിലും വിശുദ്ധ ദൈവസഭയെയും ശ്രേഷ്ഠ ദൈവദൂതന്മാരെയും സാക്ഷി നിർത്തി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ഇടയ ശുശ്രൂഷയുടെ അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ ജലത്തിൽ പ്രിയ സഹോദരിയെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ തേജസ്സിന്റെ വാടാത്ത കിരീടം കർത്താവ് നിനക്ക് തരും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ പ്രിയ സഹോദരിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ അനേകർ മാറി നിൽക്കുമ്പോൾ പ്രിയ സഹോദരിക്ക് അതിന് ഭാഗ്യം കൊടുത്തതിനാൽ സ്തോത്രം. ഇന്നു മുതൽ കർത്താവിനോട് ചേർന്ന് ഒരു പുതിയ ജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപയും പ്രിയ സഹോദരിക്ക് അവിടെ നിന്ന് നൽകണമേ. കർത്താവെ, പാപത്തോട് അതേ പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം സഹിച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ. കർത്താവ് സഹായിക്കണം, എല്ലാവിധത്തിലും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. Hallelujah, 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 jayame. Hallelujah, 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 jayame. Hallelujah, 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 hallelujah. Jayam, jayam, hallelujah, jayam, jayam, eppozhum. Jayam, jayam, hallelujah, jayam, jayam, eppozhum. യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഈ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് സത്യമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ വന്നു. എനിക്ക് ഈ ശുശ്രൂഷ അതേ അനുസരിക്കണമെന്ന് ആർക്കെങ്കിലും അവസരം അതേ ഹൃദയത്തിലൊരു താല്പര്യം ഉണ്ടായാൽ നിങ്ങൾക്കൊരവസരമുണ്ട്. സ്നാനവെള്ളം അതേ സ്നാപകരും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മറ്റാരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട. കാരണം കർത്താവിൻ്റെ കൽപ്പനയനുസരിപ്പാൻ ലോകത്തിൽ മറ്റാരുടെയും അനുവാദത്തിന് നമുക്ക് ആവശ്യമില്ല. അതിന് അവസരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ചർച്ചിലേക്ക് പോകും. നമ്മുടെ ആരാധനയും കുഞ്ഞിൻ്റെ ഡെഡിക്കേഷനും ഒക്കെ അവിടെ നടക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ജനൽ പ്രാർത്ഥന. Heavenly Father, we thank you, Jesus, for the first time that you have blessed us, Lord Jesus. Thank you, Lord, for giving us this wonderful baptism service, oh Lord Jesus. We want to give you all glory and honor, oh Lord Jesus. We want to thank you, Jesus. As of now, Lord, we believe that heaven is rejoicing for today, oh Lord Jesus. We thank you, Lord. We honor you, Lord Jesus. We thank you, Lord, for both of them, for sister and for Joshua, Lord Jesus. We bless them, Lord, as they begun this race, oh Lord Jesus. Help them to be faithful to you, oh Lord, and help them to run this race, Lord, with endurance, oh Lord Jesus.
Thank you, Lord. Bless them, Lord, for all the decisions that they've made, oh Lord Jesus. We want to thank you, Lord, for Pastor also, Lord, for conducting this service, oh Lord. Thank you, Lord, for blessing them, enabling them to do this, Lord Jesus. We want to thank you, Lord, for all the church members who's here, Lord Jesus. Bless them, Lord. As we're going back to our church, Lord, we pray for the service, oh Lord. We pray for the child dedication, oh Lord Jesus. We pray for everything, oh Lord. You take complete control, oh Lord. In Jesus' name we pray. Amen. കർത്താവ് നമ്മുടെ ശുശ്രൂഷയെ അനുഗ്രഹമാക്കി തന്നതിനായി കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായി കാവലും കൂട്ടായ്മയും ഇവിടെ കടന്നു നിൽക്കുന്ന എല്ലാവരെയും സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയും ഇപ്പോഴും എപ്പോഴും കൂട്ടായിട്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയമുള്ള കർത്താവിനെ നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ദൈവം സഹായിക്കട്ടെ.